സുരേഷ് ബിജെപി നേതാവ് സംസാരിക്കുന്നു. അമ്പലം വിഴുങ്ങിയായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടുള്ള സമരമാണ്. ശക്തമായിട്ടുള്ള നടപടി ശബരീശനിൽ നിന്നെടുത്ത 1 ഗ്രാം സ്വർണം പോലും തിരിച്ചു വരുന്നത് വരെ ഭാരതീയ ജനതാ യുവമോർച്ചയും ബിജെപിയും അടിച്ചൊതുക്കാൻ സാധിക്കുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാരാഗ്രഹങ്ങളിൽ അടക്കാൻ കഴിയുന്നതല്ല യുവമോർച്ചയുടെ ആവേശം. ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് കേരളത്തിൽ യുവമോർച്ച മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലേക്കുള്ള യുവമോർച്ച മാർച്ചിനാണ് സംഘർഷം. ഇപ്പോൾ ബിജെപി നേതാവ് സുരേഷാണ് സംസാരിച്ചത്. പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് ബിജെപി തീരുമാനം. ജോസി ബാബു കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ജോസി, ഏറ്റുമാനൂരിലും റോഡ് ഉപരോധിച്ചിരുന്നു, പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ? ധന്യ, കോട്ടയം ഏറ്റുമാനൂരിൽ മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് 1 മണിക്കൂറോളം നേരം നഗരത്തെ ആകെ മുൾമുനയിലാക്കി സംഘർഷാവസ്ഥയിൽ ആയിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് ആദ്യം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറിച്ചിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രിയുടെ കോലം കത്തിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരമധ്യത്തിലെത്തി റോഡ് ഉപരോധിച്ചു. പിന്നെയും സംഘർഷം മണിക്കൂറുകളോളം മുന്നോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ, മുൻ പ്രസിഡന്റ് സിന്ധു കുര്യൻ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത്, അനൂപ് അബൂബക്കർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് പോലീസ് സ്റ്റേഷന് മുന്നിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനും പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ സമയം നീണ്ട യുദ്ധസമാനമായ അന്തരീക്ഷമായിരുന്നു ഏറ്റുമാനൂരിൽ നിലനിന്നിരുന്നത്. കഴിഞ്ഞ ദിവസം BJP നടത്തിയ മാർച്ചിന് പിന്നാലെ CPM പ്രവർത്തകരും നഗരത്തിൽ മാർച്ച് നടത്തുകയും തുടർന്ന് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കണക്കിലെടുത്ത് വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു നഗരത്തിലും. അതോടൊപ്പം തന്നെ മന്ത്രിയുടെ ഓഫീസിലും പരിസരത്തുമൊക്കെയും ഈ സ്ഥലത്തേക്കൊക്കെയും കടന്നു കയറാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. തുടർന്നാണ് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമവും നടത്തിയത്. ഇതിന് പിന്നാലെയാണ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നീടും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കിയില്ല. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയുടെ ഭാഗത്തു നിന്നും പ്രകടനമായാണ് മന്ത്രിയുടെ ഓഫീസ് പരിസരത്തിലേക്ക് പ്രവർത്തകരെത്തിയത്. 500 മീറ്റർ ഇപ്പുറത്ത് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. തുടർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയായ ബിനു ചുള്ളിയിലാണ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത്. ഇതിനുശേഷമാണ് ഈ ജലപീരങ്കിയിലേക്കും സംഘർഷത്തിലേക്കും റോഡ് ഉപരോധത്തിലേക്കുമൊക്കെയും കാര്യങ്ങൾ പോയത്. ഏകദേശം 10ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ അടക്കമുള്ള ജില്ലയിലെ മുതിർന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ശരി ജോസി, സനൂപ് വീണ്ടും ചേരുന്നു. സനൂപ്, സംഘർഷത്തിൽ പ്രവർത്തകർക്ക് പരിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും വലിയ പ്രതിഷേധം തുടരുന്നുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? 5 പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഇപ്പോൾ നേരിയ തോതിൽ അവസാനിച്ചിട്ടുണ്ട്. നേതാക്കളൊക്കെ സംസാരിക്കുകയാണ്. സമരം അവസാനിപ്പിക്കാൻ വേണ്ട നടപടിയിലേക്കാണ് യുവമോർച്ചയും കിടക്കുന്നത്. ഇനി കൂടുതൽ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ വലിയ രീതിയിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് സംയമനം പാലിച്ചത് കൊണ്ടാണ് വലിയ രീതിയിലേക്കുള്ള ലാത്തിച്ചാർജിലേക്കൊന്നും കടക്കാതെ പോയത്. പ്രവർത്തകരെ ആരും അറസ്റ്റ് ചെയ്ത് നീക്കാനൊന്നും പോലീസ് തയ്യാറായിരുന്നില്ല. നിലവിൽ 6 വട്ടം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതുപോലെ തന്നെ പ്രവർത്തന ഭാഗത്തു നിന്ന് പോലീസിന് നേരെ വലിയ രീതിയിൽ കമ്പ് വലിച്ചെറിയുകയും അതുപോലെ തന്നെ കല്ലേറും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പോലീസ് ഇടയ്ക്കൊന്ന് ചെറിയ രീതിയിൽ ലാത്തി വീശിയിരുന്നു. അതിലാണ് കുറച്ച് പ്രവർത്തകർക്ക് പരിക്കേറ്റത്. അവരിപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് യുവമോർച്ച അറിയിക്കുന്നത്. ഇനിയിപ്പോൾ 3:30യോടുകൂടി BJP പ്രതിനിധി സംഘം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണറെ കാണുന്നുണ്ട്. BJP പ്രതിനിധി സംഘത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, PK കൃഷ്ണദാസ് എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. അവർ 3:30-ക്ക് ഗവർണറെ പോയി കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടും. എന്തായാലും സമരം കടുപ്പിക്കാനാണ് BJPയുടെയും തീരുമാനം.